ഞാൻ എപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അൻവർക്കാരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു കല്യാണം ഉണ്ടാവും. ഞാൻ ആ കല്യാണം പ്രമാണിച്ചിട്ട് തന്നെയായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവുക. സോ ഹായ്, ഞാൻ മെഹറിൻ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കല്യാണം പ്രമാണിച്ച് വന്നതിനെ കൊണ്ട് വ്ളോഗ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതൊരു കല്യാണമല്ലേനു, നിക്കാഹേനു, ഒരു ഈവനിങ് ഫംഗ്ഷൻ ആയിരുന്നു. ആൻഡ് ഇതിൽ ഏറ്റവും ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളത് നോളജ് സിറ്റിയിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. കാരണം ഞാൻ നോളജ് സിറ്റി പോയിക്കണമെന്നല്ലാണ്ട് അവിടുത്തെ ഹാളിലൊന്നും പോയിട്ട് പരിപാടിക്കൊന്നും ഞാൻ പോയിട്ടില്ലായിരുന്നു. അൻവർക്ക പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓരോ ഫാമിലി മൊത്തം അവർ പോയതുകൊണ്ട് അവർക്ക് അത്ര എക്സൈറ്റ്മെൻറ്റ് ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ഹാളിലുള്ള കല്യാണത്തിന് കൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും മാറ്റി പിടിച്ച് അങ്ങോട്ടേക്ക് ഹാളിലേക്ക് പോയി. അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് നിക്കാഹൊക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു പരിപാടിയൊക്കെ തുടങ്ങി, ഡാൻസൊക്കെ തുടങ്ങുന്ന സമയം. ആൻഡ് അവിടെ കയറി വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് അവർ നേരെ തന്നെ കയറി പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾ മേലേക്ക് വന്നോളൂ, അതായിരിക്കും കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി എളുപ്പം എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഫുഡ് വാസ് നല്ല ഫുഡായിരുന്നു. എന്തൊക്കെയോ തോനെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാനൊന്നും ഇങ്ങനെ കഴിക്കില്ലായിരുന്നു. പക്ഷേ അന്ന് എന്തോ എനിക്ക് ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു മോഹം ഉണ്ടായിരുന്നു ഉള്ളിൽ. തോന്നെ സാധനം ട്രൈ ചെയ്യണമെന്ന്. ഞാൻ ഒറ്റ സാധനം മാത്രം കഴിച്ച് വേഗം തിരിച്ചു പോയിരുന്ന ആളായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ ട്രൈ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ കുറേശ്ശെ എടുത്ത് ട്രൈ ചെയ്യായിരുന്നു. അൻവർക്ക് എൻ്റെ പുറത്തുനിന്ന് നല്ല മട്ടൻ ബിരിയാണി തിന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മട്ടൻ കൂട്ടാത്തതുകൊണ്ട് എനിക്ക് ബിരിയാണി വേണ്ട, ഫ്രൈഡ് റൈസ് മതി എന്നുള്ള ഓപ്ഷനിലേക്ക് ഞാൻ ജമ്പ് ചെയ്തു. അങ്ങനെ കുറച്ചധികം ലേശം കുറേ ഐറ്റംസൊക്കെ ട്രൈ ഒക്കെ ചെയ്ത് ഡെസേർട്ട് ഐറ്റംസിലേക്കൊക്കെ പോയി. നല്ല ഗുലാബ് ജാമുനും നല്ല പേസ്ട്രിയും നല്ല ഐസ്ക്രീമൊക്കെ കൂട്ടി കഴിച്ച് ഡെസേർട്ട് ഐറ്റംസൊക്കെ അവിടെ എൻഡ് ചെയ്ത് നമ്മൾ നല്ല ചായ ഒക്കെ കുടിച്ച് നേരെ പിയാപ്പിളിനെയും പുയ്യോട്ടിനെയും കാണാൻ കയറി. ആൻഡ് അവിടെ കയറി 2 ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. തിരിച്ചു പോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോളജ് സിറ്റി നമ്മൾ വീട്ടിലേക്ക് കുറച്ച് ഒരു അരമണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ആൻഡ് അതൊക്കെ ഇങ്ങനെ മെല്ലെ കഥയൊക്കെ പറഞ്ഞ് ഇക്കാക്കിയും ഇത്താത്തിയും ഉമ്മയും ഉപ്പയും ഞാനും അൻവർക്കായ എല്ലാവരും ഓസിലും എല്ലാവരും കൂടെ കഥയൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി. ആൻഡ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.